ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവിടുന്ന് ധനമന്ത്രാലയത്തിൽ നിന്ന് ഇറങ്ങി രാഷ്ട്രപതി ഭവനിലേക്ക് പോവുകയാണ് എന്ന് തോന്നുന്നു. സാധാരണഗതിയിൽ ബജറ്റ് പെട്ടിയിൽ ഉള്ള സമയത്ത് പെട്ടിയൊക്കെ ഉയർത്തി കാണിക്കുക എന്നൊക്കെ രാവിലെ ഒരു പിക്ചർ ഓപ്പർച്യൂണിറ്റി ഉള്ള പതില്ല. ടാബ് ഫോണൊക്കെ ഉയർത്തി കാണിച്ചാലും മതിയല്ലോ. നിർമ്മലാ സീതാരാമൻ പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇത് നമുക്കറിയാവുന്ന പോലെ രാധാകൃഷ്ണൻ അവിടെ ഉണ്ടെന്ന് നമുക്ക് എന്താ ചോദിക്കാം. രാധാകൃഷ്ണൻ അവിടെ ഉണ്ടെങ്കിൽ എന്താണ് രാധാകൃഷ്ണൻ ഇപ്പോൾ സംഭവിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? ധനമന്ത്രി ഇറങ്ങാറായോ? ധനമന്ത്രി അല്പസമയത്തിനകം പുറത്തേക്ക് വരും. ധനമന്ത്രാലയത്തിൽ എത്തിയ ധനമന്ത്രി ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തി. അതിനിടയിൽ മഴ വീണ്ടും അങ്ങ് ശക്തമായി. അതിനെ തുടർന്നാണ് ഒരു അല്പസമയം സാവകാശം ഉണ്ടായത്. ധനമന്ത്രി പുറത്തേക്ക് വരും അല്പസമയത്തിനകം. ഏതാണ്ട് 1-2 മിനിറ്റിനുള്ളിൽ ധനമന്ത്രി പുറത്തേക്ക് വരും. ഇവിടെ നിന്ന് ധനമന്ത്രി നേരെ പോകുന്നത് രാഷ്ട്രപതി ഭവനിലേക്കായിരിക്കും. രാഷ്ട്രപതി ഭവനിൽ ധനമന്ത്രി അവിടെ രാഷ്ട്രപതിയോട് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കും. രാഷ്ട്രപതിയുടെ അനുവാദം ഈ ബഡ്ജറ്റ് അവതരണത്തിന് വേണം എന്നുള്ളതാണ് നമ്മുടെ ചട്ടങ്ങൾ അനുസരിച്ച് ഉള്ളത്. അതിന്റെ ഉള്ള നടപടിക്രമങ്ങൾ ധനമന്ത്രി പൂർത്തിയാക്കും. അതിനുശേഷമായിരിക്കും പാർലമെന്റിലേക്ക് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പോവുക. പാർലമെന്റിൽ എത്തുന്ന ധനമന്ത്രി ഏതാണ്ട് 10:30 കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രിസഭാ യോഗം ഈ ബഡ്ജറ്റ് അംഗീകരിക്കണം. എന്നാൽ മാത്രമേ ഈ ബഡ്ജറ്റ് സഭയിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ബഡ്ജറ്റ് എന്ന് നമ്മൾ പറയുമ്പോഴും ഈ ബഡ്ജറ്റ് എന്നുള്ളത് ഒരു ബില്ലാണ്. ഈ ബില്ല് അവതരിപ്പിക്കാനാണ് ശരിക്ക് സഭയിലേക്ക് എത്തുന്നത്. ഈ ബില്ല് പിന്നീട് ഇരു സഭകളും അംഗീകരിച്ച് അത് നിയമമാകുന്നു എന്നുള്ളതാണ് സങ്കല്പം. അതാണ് ബഡ്ജറ്റ്. ഓരോ വർഷവും ഈ വിധത്തിൽ അവതരിപ്പിക്കപ്പെടുന്നതാണ് ബഡ്ജറ്റ്. ഇത് ഇടക്കാല ബഡ്ജറ്റാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രഖ്യാപനങ്ങൾക്ക് അഥവാ ഈ മാസങ്ങൾ മാത്രമുള്ള വരവ് ചെലവ് കണക്കുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാലും സർക്കാരിന് അത് സാധിക്കും. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഒക്കെ വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ നടപടികൾ ഉണ്ടാവുക. നമുക്ക് കാണാനായിട്ട് സാധിക്കും. ധനമന്ത്രി പുറത്തേക്ക് വരികയാണ്. ഉദ്യോഗസ്ഥരാണ് പുറത്തേക്ക് വരുന്നത്. ധനമന്ത്രിയുടെ ക്യാബിനിൽ നിന്ന് ധനമന്ത്രി പുറത്തേക്ക് വന്ന് തുടങ്ങിയിരിക്കുന്ന അല്പസമയത്തിനകം പുറത്തേക്ക് എത്തും. ഉദ്യോഗസ്ഥരോരുത്തരായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പുറത്തേക്ക് വരുന്നതിന് തത്സമയ ദൃശ്യങ്ങളാണ് വരുന്നത്. ഇനി രാഷ്ട്രപതി ഭവനിലേക്ക് ധനമന്ത്രി യാത്ര തിരിക്കും. അതിനു മുമ്പ് കയ്യിലിരിക്കുന്ന ഡിജിറ്റൽ ബജറ്റ് അല്ലേ, അതാ ഫിനാൻസ് ബില്ലെന്ന് രാധാകൃഷ്ണൻ വിശേഷിപ്പിച്ച ആ ബില്ല്, ആ ഡിജിറ്റൽ ബില്ല് മാധ്യമപ്രവർത്തകരെ കാണിക്കും. അപ്പോൾ കൂടെയുള്ള ധനമന്ത്രിമാരും സഹമന്ത്രിമാരും ഒക്കെ തന്നെയുണ്ട്, കൂടുതൽ ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. ഇത് കഴിഞ്ഞാൽ ധനമന്ത്രി രാഷ്ട്രപതി ഭവനിലേക്ക് യാത്രയാകും. രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തി അനുമതി തേടിയ ശേഷം ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കും. ക്യാബിനറ്റ് ഈ ബജറ്റിൻ്റെ ഈ ഡ്രാഫ്റ്റ് ബില്ല് അംഗീകരിക്കും. അത് കഴിഞ്ഞാൽ അവർ പാർലമെൻറ്റിലെത്തി ബില്ല് രാവിലെ 11 മണിക്ക് അവതരിപ്പിക്കും. ഒരുപാട് പ്രതീക്ഷയുള്ള ബജറ്റാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വരുന്ന ഈ വേളയിൽ ഈ ഇടക്കാല ബജറ്റ് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ധനമന്ത്രി എന്തൊക്കെയോ പറയും, നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ആഷ്മി, മഴ കൊണ്ടാണ് എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തകർക്കും ബുദ്ധിമുട്ടുള്ളത്. അതെ, ഐപാഡ് ഉയർത്തി കാണിക്കുക ധനമന്ത്രി. എസ് കെ നേരത്തെ പറഞ്ഞതുപോലെ കർഷകർക്കെന്ത്, യുവാക്കൾക്കെന്ത്, യുവതികൾക്കെന്ത്, കുട്ടികൾക്കെന്ത്, സ്ത്രീകൾക്കെന്ത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വർഷമാണ്. നികുതി ഇളവിൽ മാറ്റം അല്ലെങ്കിൽ നികുതി ഇളവ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ നികുതി ഘടനയിൽ മാറ്റം ഉണ്ടാവുകയോ തുടങ്ങിയ ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇന്ധന നികുതിയിൽ കുറവുണ്ടാവുകയോ പാചകവാതക വിലക്കുറവുണ്ടാകുമെന്ന് വീട്ടമ്മമാരടക്കം ചോദിക്കുന്നുണ്ട്. അങ്ങനെ പല ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് 11 മണിക്ക് ലോക്സഭയിൽ നിന്നുണ്ടാവുന്നത്. എന്തായാലും വിശദമായ ഒരു ബജറ്റില്ല, സമ്പൂർണ്ണ ബജറ്റില്ല. അതുകൊണ്ട് വിശദമായ പ്രഖ്യാപനങ്ങൾ, വിശദമായ പ്രസംഗമൊന്നും ഇക്കുറി ഉണ്ടാവില്ല. അത്തരത്തിൽ ഏറ്റവും ദീർഘമായി പ്രസംഗിച്ച ആൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്നെയാണ് 2020-ലെങ്കിലും. ഇക്കുറി അത്ര ദീർഘമായ പ്രസംഗമൊന്നും ഉണ്ടാവില്ലെങ്കിൽ കൂടിയും പക്ഷേ ഉള്ള പ്രഖ്യാപനങ്ങൾ എന്താണ് എന്ന് ചോദിക്കുന്നു. കേരളം ആഗ്രഹിക്കുന്നു എയിംസ്, കേരളയിൽ ഒരു ചുവപ്പ് സിഗ്നൽ കിട്ടുമോ എന്ന് നമ്മുടെ സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയുള്ള ചോദ്യം. അല്ലെങ്കിൽ കേരളയിലെ അല്ലെങ്കിൽ കൊച്ചി മെട്രോയുടെ തുടർ വികസനത്തിന് വിഴിഞ്ഞം വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കിട്ടുമോ, നമ്മുടെ നികുതി വർധനയിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ, കുറച്ച് പണം കിട്ടുമോ എന്ന് സർക്കാർ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള മറുപടി 11 മണിക്ക് വരാൻ പോകുന്നു. സ്കേന്ദ കാറിൽ കയറി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്നു. രാഷ്ട്രപതിയുമായി ചെറിയൊരു ചർച്ച. അതിനുശേഷം പാർലമെന്റിൽ 11 മണിക്ക് തന്നെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റ് അവതരണം തുടങ്ങും. സ്വാഭാവികമായും പിന്നീട് തുടർന്ന് വരുന്ന മണിക്കൂറുകളിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടൽ തുടങ്ങിയ പ്രതിപക്ഷ പ്രതികരണങ്ങൾ, കേരളത്തിൽ അവഗണന എന്ന് നമ്മൾ സ്ഥിരം എപ്പോഴും കേൾക്കാറുള്ളതാണ്. അതാണോ ഇക്കുറി ഉണ്ടാവുക, അല്ലെങ്കിൽ കേരളത്തിന് ആശ്വാസം എന്നൊരു നല്ല വാക്ക് കേൾക്കാൻ കഴിയുമോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പ്രവാസികളൊക്കെ ഇപ്പോൾ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട്. എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വലിയ ടിക്കറ്റ് നിരക്ക് വർധന, അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ജീവൽ പ്രധാനമായ ഒരുപാട് ചോദ്യങ്ങൾ. അരിക്കൊക്കെ വലിയ വിലയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ടൊക്കെ 10 രൂപയോളമാണ് അരിക്ക് കുത്തനെ മേപ്പോട്ട് റോക്കറ്റ് പോലെ ഉയർന്ന്. അപ്പോൾ അതിൽ കുറയ്ക്കാൻ എന്തെങ്കിലും ഒരു നീക്കം അതിലുണ്ടാകുമോ? വില കുറയുന്നതിൽ അവശ്യ വസ്തുക്കളുടെ വില കുറവ്, പച്ചക്കറി അടക്കം, അല്ലെങ്കിൽ പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ എന്താണ് ഉണ്ടാവുക?
തൊഴിലില്ലായ്മ നിരക്ക് വലിയ തോതിൽ ഉയരുന്നു, അതിന് കർട്ടൈൽ ചെയ്യാൻ കുറച്ച് ജോലി കൊടുക്കാൻ എന്താണ് ഉണ്ടാവുക തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. 11 മണിക്ക് അതിനൊക്കെ മറുപടി പറയാൻ പോകുന്നു. എസ് കെ, നല്ല മഴയാണെന്ന് തോന്നുന്നു, മഴയ്ക്ക് തങ്ങ് പോവാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഓക്കെ, ധനമന്ത്രി രാഷ്ട്രപതി ഭവനിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു.